അമേരിക്കയിൽ ഗ്രീൻ കാർഡ്, പൗരത്വം, വർക്ക് പെർമിറ്റ്, വിസ വിപുലീകരണം എന്നിവയ്ക്കായി അപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന മലയാളി പ്രവാസികളും അവരുടെ കുടുംബാംഗങ്ങളും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടുന്ന അതിനിർണായകമായ ഒരു നിയമപരിഷ്കാരം ഇമിഗ്രേഷൻ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസും ചേർന്ന് ഇമിഗ്രേഷൻ അപേക്ഷകൾ സമർപ്പിക്കുന്നതിൽ ചരിത്രപരമായ മാറ്റത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. അമേരിക്കൻ ഇമിഗ്രേഷൻ ചരിത്രത്തിൽ ആദ്യമായി കടലാസ് അപേക്ഷകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നത് ഘട്ടം ഘട്ടമായി നിർബന്ധിത ഓൺലൈൻ ഫയലിംഗ് അഥവാ ഫയലിംഗ് സംവിധാനത്തിലേക്ക് മാറ്റാനുള്ള അടിയന്തര ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇത്രയും കാലം തപാൽ മാർഗമോ കൊറിയർ സർവീസ് വഴിയോ ട്രഷറിയുടെ പേപ്പർ ലോക്ക് ബോക്സിലേക്ക് അയച്ചിരുന്ന പേപ്പർ അപേക്ഷാ ഫോമുകൾ ഇനി സ്വീകരിക്കില്ല. പല ഫോമുകളും പൂർണ്ണമായി നിരസിക്കപ്പെടുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം ഫയലിംഗ് നിർബന്ധമാക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഇമിഗ്രേഷൻ ഫോം കടലാസ് രൂപത്തിൽ തപാലിൽ അയച്ചാൽ അത് സ്വീകരിക്കാതെ അപേക്ഷകന് തിരികെ അയക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് നിരസിക്കുകയോ ചെയ്യും. ഇതുവഴി അപേക്ഷാ തീയതി വൈകാനും വിസ സ്റ്റേറ്റസ് അപകടത്തിലാക്കാനും സാധ്യതയുള്ളതിനാൽ പ്രവാസി മലയാളികൾ പുതിയ ഡിജിറ്റൽ സംവിധാനത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഈ പുതിയ നയത്തിലെ പ്രധാന നിബന്ധനകൾ എന്ന് വിശദമായി തന്നെ നോക്കാം. ഒന്നാമതായി, ഒരു ഇമിഗ്രേഷൻ ഫോം ഓൺലൈൻ വഴി നിർബന്ധമാക്കണമെങ്കിൽ ആ ഫോം കുറഞ്ഞത് 180 ദിവസങ്ങളെങ്കിലും പോർട്ടലിൽ വോളണ്ടറി ഓൺലൈൻ ഫയലിംഗ് ആയി ലഭ്യമായിരുന്നിരിക്കണം. രണ്ടാമതായി, ഏതെങ്കിലും ഒരു നിശ്ചിത ഫോം ഇനി മുതൽ ഓൺലൈനിൽ മാത്രമേ സ്വീകരിക്കൂ എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ കുറഞ്ഞത് 60 ദിവസം മുൻപ് പൊതുജനങ്ങൾക്ക് മുൻകൂട്ടി നോട്ടീസ് നൽകിയിരിക്കണം. ഈ 60 ദിവസത്തെ നോട്ടീസ് കാലാവധി അവസാനിക്കുന്നതോടെ ആ ഫോം കടലാസ് രൂപത്തിൽ സമർപ്പിക്കാനുള്ള അവകാശം പൂർണ്ണമായും അവസാനിക്കും. അപേക്ഷകർ ഈ പുതിയ ഫോം സംവിധാനം ഉപയോഗിക്കുന്നതിനായി തങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ തങ്ങളെ പ്രതിനിധീകരിക്കുന്ന അംഗീകൃത ഇമിഗ്രേഷൻ അറ്റോർണി വഴിയോ ഒരു ഔദ്യോഗിക മൈ ഓൺലൈൻ അക്കൗണ്ട് ആരംഭിക്കേണ്ടതുണ്ട്. അപേക്ഷാ ഫോമുകൾ നേരിട്ട് ഓൺലൈനിൽ പൂരിപ്പിച്ച് സമർപ്പിക്കുകയോ അല്ലെങ്കിൽ പൂരിപ്പിച്ച ഫോമിന്റെ അനുബന്ധ രേഖകളുടെ PDF പകർപ്പുകൾ അക്കൗണ്ടിലേക്ക് അപ്ലോഡ് ചെയ്യുകയോ ചെയ്യാം. അപേക്ഷാ ഫീസുകൾ അപ്പോൾ തന്നെ pay.gov പോർട്ടൽ വഴി ഓൺലൈനായി മാത്രമേ അടയ്ക്കാൻ സാധിക്കൂ. നിലവിൽ ഇതിനകം 180 ദിവസത്തിലധികമായി ഓൺലൈനിൽ ലഭ്യമായിട്ടുള്ള 22ഓളം പ്രധാന ഇമിഗ്രേഷൻ ഫോമുകളിലാണ് ഈ പുതിയ ഡിജിറ്റൽ നിയമം ആദ്യമായി നടപ്പിലാക്കാൻ പോകുന്നത്. ഇതിൽ മലയാളി പ്രവാസികളെ നേരിട്ട് ബാധിക്കുന്ന പ്രധാന ഫോമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, അമേരിക്കൻ പൗരത്വത്തിനായുള്ള ഫോം N-400 ആണ്, അതായത് ആപ്ലിക്കേഷൻ ഫോർ നാച്ചുറലൈസേഷൻ. രണ്ടാമതായി, ഗ്രീൻ കാർഡ് പുതുക്കുന്നതിനോ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനോ ഉള്ള ഫോം I-90 ആണ്, അതായത് ആപ്ലിക്കേഷൻ ടു റീപ്ലേസ് പെർമനന്റ് റെസിഡന്റ് കാർഡ്. മൂന്നാമതായി, കുടുംബാംഗങ്ങളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നതിനായി സമർപ്പിക്കുന്ന ഫോം I-130 ആണ്, അതായത് പെറ്റീഷൻ ഫോർ ഏലിയൻ റിലേറ്റീവ്. നാലാമതായി, വിദ്യാർത്ഥികൾക്കും H4 ആശ്രിതർക്കും വർക്ക് പെർമിറ്റ് ലഭിക്കാനുള്ള ഫോം I-765 ആണ്, അതായത് ആപ്ലിക്കേഷൻ ഫോർ എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ. അഞ്ചാമതായി, ബിസിനസ്, ടൂറിസ്റ്റ്, വിദ്യാർത്ഥി വിസ സ്റ്റേറ്റസ് നീട്ടിയെടുക്കുന്നതിനായുള്ള ഫോം I-539 ആണ്, അതായത് ആപ്ലിക്കേഷൻ ടു എക്സ്റ്റെൻഡ് ചേഞ്ച് നോൺ ഇമിഗ്രന്റ് സ്റ്റേറ്റസ്. ഇതുകൂടാതെ H1B വിസക്കാർക്കും ഗ്രീൻ കാർഡ് ഇതര അപേക്ഷകർക്കും ബാധകമായ ഫോം I-140യും ഫോം I-485 എന്നിവയും ഭാവിയിൽ ഘട്ടം ഘട്ടമായി ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റപ്പെടും. എന്നാൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാങ്കേതികമായോ ശാരീരികമോ ആയ പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് ഭരണകൂടം പ്രത്യേക ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്കോ കടുത്ത സാമ്പത്തിക പ്രയാസങ്ങൾ ഉള്ളവർക്കോ പേപ്പർ അപേക്ഷ സമർപ്പിക്കാൻ അനുമതി തേടിക്കൊണ്ട് ഫോം I-936 എന്ന പുതിയ ഫോം സമർപ്പിക്കാവുന്നതാണ്. $25 ആണ് ഇതിന്റെ ഫീസ് വരുന്നത്. എന്നാൽ വെറുതെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയില്ലെന്നോ അല്ലെങ്കിൽ ഓൺലൈൻ ചെയ്യാൻ താല്പര്യമില്ലെന്നോ ഉള്ള കാരണങ്ങൾ പറഞ്ഞാൽ ഈ ഇളവ് ലഭിക്കുകയില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് ഇമിഗ്രേഷൻ വകുപ്പ് പെട്ടെന്ന് ഇത്തരം ഒരു പൂർണ്ണ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നു എന്നതിന്റെ കാരണങ്ങളും വ്യക്തമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാത്രം 1.4 കോടിയിലധികം ഇമിഗ്രേഷൻ അപേക്ഷകളാണ് USCISൽ ലഭിച്ചത്. ഇതിൽ പേപ്പർ ഫോമുകൾ കൈകാര്യം ചെയ്യാനും ആപ്ലിക്കേഷനുകൾ സ്കാൻ ചെയ്ത് സൂക്ഷിക്കുന്നതിനുമായി മാത്രം ഏകദേശം $396 മില്യൺ തുകയാണ് അമേരിക്കൻ ഖജനാവിൽ നിന്ന് ചെലവായത്. ഓൺലൈൻ ഫയലിംഗിലേക്ക് മാറും വഴി പേപ്പർ രേഖകൾ പ്രോസസ് ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കുകയും വ്യാജരേഖകൾ നിർമ്മിച്ച് തട്ടിപ്പ് നടത്തുന്നവരെ AI ഡേറ്റാബേസ് വഴി വേഗത്തിൽ കണ്ടെത്താനും നാഷണൽ സെക്യൂരിറ്റി പരിശോധനകൾ സുതാര്യമായി നടത്താനും സഹായിക്കുമെന്നാണ് പറയുന്നത്.
പ്രവാസി മലയാളി കുടുംബങ്ങൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ നോക്കാം. ഒന്നാമതായി, നിങ്ങൾ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൗരത്വത്തിനോ ഗ്രീൻ കാർഡ് പുതുക്കലിനോ അപേക്ഷിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി പേഴ്സണൽ മൈ USCIS അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമതായി, നിങ്ങളുടെ പാസ്പോർട്ട്, ടാക്സ് റിട്ടേണുകൾ, തൊഴിൽ രേഖകൾ, സിവിൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ വ്യക്തതയുള്ള ഡിജിറ്റൽ PDF പകർപ്പുകൾ എപ്പോഴും ഗൂഗിൾ ഡ്രൈവിലോ ഫ്ലാഷ് ഡ്രൈവിലോ സൂക്ഷിക്കുക. മൂന്നാമതായി, ഏജന്റുമാർ വഴിയോ കൺസൾട്ടൻസികൾ വഴിയോ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങളും സബ്മിറ്റ് ചെയ്ത രേഖകളും നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. US ഇമിഗ്രേഷൻ ചട്ടങ്ങളിൽ വരുന്ന ഇത്തരത്തിലുള്ള തത്സമയ മാറ്റങ്ങളും നിയമനിർദ്ദേശങ്ങളും കൃത്യസമയത്ത് അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.